ലോട്ടറിയുടെ ലിസ്റ്റാണ്. പേര് പറഞ്ഞ് തിങ്കളാഴ്ച ഭാഗ്യധാര, ചൊവ്വാഴ്ച സ്ത്രീശക്തി, ബുധനാഴ്ച ധനലക്ഷ്മി, വ്യാഴാഴ്ച കാരുണ്യ പ്ലസ്, വെള്ളിയാഴ്ച സുവർണ കേരളം, ശനിയാഴ്ച കാരുണ്യ, ഞായറാഴ്ച സമൃദ്ധി. നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കേരള സംസ്ഥാന ലോട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയതായി വന്നിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ആഴ്ചയിൽ പ്രൈസ് എടുക്കുന്ന നിർമ്മൽ മാറിയിട്ട് സുവർണ കേരളയാണ് വെള്ളിയാഴ്ച മുതൽ ലഭ്യമാകുന്നത്. പ്രൈസ് 80 ലക്ഷത്തിൽ നിന്നുള്ളത് 1 കോടി ആക്കിയിരിക്കുന്നു. സംസ്ഥാന ലോട്ടറി അടിമുടി മാറ്റം. ലോട്ടറി വില കൂട്ടിയിരിക്കുന്നു. നറുക്കെടുപ്പ് സമയം 3 മണി എന്നത് മാറ്റി 2 മണിക്ക് നിശ്ചയിച്ചിരിക്കുന്നു. ലോട്ടറി വിൽപ്പനക്കാർ പരിഭ്രാന്തിയിൽ. നിലവിലെ കേരളത്തിൻ്റെ സമ്പത്ത് രീതികളനുസരിച്ച് 3 മണി വരെ സെയിൽ നടത്തിയാലും ലോട്ടറി തീരാത്ത അവസ്ഥയാണ്. ആ സമയത്താണ് പുതിയ സിസ്റ്റം അനുസരിച്ച് 2 മണിക്ക് നറുക്കെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമൂലം നിരവധി ലോട്ടറി വിൽപ്പനക്കാർ സാധാരണ ജനങ്ങൾ വിൽപ്പനയിൽ നിന്ന് പിന്മാറേണ്ടി വരും. നിലവിലെ ലോട്ടറി പ്രിന്റിംഗ് കുറച്ചിട്ട് അതിൻ്റെ പ്രൈസ് 80 ലക്ഷത്തിൽ നിന്നും 1 കോടിയിലേക്ക് ആക്കിയിരിക്കുന്നത് ലോട്ടറി ഷോർട്ടേജ് അനുഭവപ്പെടുവാനും ചെലവിൻ്റെ കാര്യത്തിലും വിതരണത്തിലും ലോട്ടറി ഏജന്റുമാരും ജീവനക്കാരും പരിഭ്രാന്തിയിലാണ്. തൊടുപുഴയിലെ ഏറ്റവും വലിയ ലോട്ടറി വിതരണ കേന്ദ്രമായ മഞ്ജു ലോട്ടറി ഉടമ സ്വാഗതം. മാന്യ പ്രേക്ഷകർക്ക് പ്രത്യേക ഒരു അറിയിപ്പാണ്. നമ്മുടെ കേരള ലോട്ടറി അടിമുടിയെല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് കൂടുതലുണ്ട്, വിതരണക്കാർക്ക് അതിന്റെ ചാർജ് കൂടുതലുണ്ട്. എല്ലാ രീതിയിലും അതിന്റെ മാറ്റങ്ങൾ, പേരിൽ തന്നെ മാറ്റമാണ്. അത് ഏറ്റവും തൊടുപുഴയിലെ പ്രശസ്തമായ മഞ്ജു ലോട്ടറി, ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ലോട്ടറി ഏജൻസി ആണ് നമ്മളോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. മൊത്തത്തിൽ 7 ദിവസം നറുക്കെടുപ്പുണ്ട്. 7 ദിവസത്തിൽ 4 ദിവസത്തെ ടിക്കറ്റിന്റെ പേര് മാറ്റിയാണ് വരുന്നത്. ഇപ്പൊ ഞായറാഴ്ചത്തെ ടിക്കറ്റിന് സമൃദ്ധി എന്ന്, തിങ്കളാഴ്ചത്തെ ടിക്കറ്റിന് ഭാഗ്യധാര, ബുധനാഴ്ചത്തെ ടിക്കറ്റിന് ധനലക്ഷ്മി, പിന്നെ വരുന്ന സുവർണ കേരള, അങ്ങനെ 4 ടിക്കറ്റുകൾക്ക് പേര് മാറ്റി. സ്ത്രീശക്തി ടിക്കറ്റ്, പിന്നെ കാരുണ്യ ടിക്കറ്റ്, കാരുണ്യ പ്ലസ്, ഈ 3 ടിക്കറ്റിന് അതേ പേരിൽ തന്നെയാണ്. അതിന്റെയൊക്കെ ഫസ്റ്റ് പ്രൈസുകളിൽ മുതലേ മാറ്റമാണ്. ഫസ്റ്റ് പ്രൈസുകളെല്ലാം 1 കോടി രൂപ വെച്ചുള്ള ഫസ്റ്റ് പ്രൈസ്, പിന്നെ സെക്കൻഡ് പ്രൈസ് അതിനോടനുബന്ധിച്ച് തന്നെ 50 ലക്ഷത്തിന്റെ ഒക്കെ അതേ രീതിയിൽ പ്രൈസിലെ വലിയ പ്രൈസുകൾക്ക് മാറ്റങ്ങൾ വരുത്തിയാണ് വന്നേക്കുന്നത്. പിന്നെ 5000ന്റെ എണ്ണത്തില് കുറവുണ്ട്. 18 സാധാരണ 40 ടിക്കറ്റിനുള്ള കണക്കത്തെ 18 5000 തന്നെയുണ്ട്. പിന്നെ കൂടുതലായിട്ട് 2 ലക്ഷത്തിന് മുകളിൽ, 2.5 ലക്ഷത്തിന് മുകളിൽ പ്രൈസ് ആയിരുന്നു ഇത്രയും നാള് പ്രൈസുകളുടെ എണ്ണം ഉണ്ടായിരുന്നത്. അത് 6 ലക്ഷത്തിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. 6 ലക്ഷത്തിലേക്ക് വർദ്ധിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും 50ന്റെ പ്രൈസുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഒരു 300ന് മുകളിൽ 50ന്റെ പ്രൈസ്, അതുകൂടാണ്ട് 100ന്റെ പ്രൈസുകൾ അതിൽ കുറച്ച് വർധനവ് വന്നിട്ടുണ്ട്. 500ന്റെ പ്രൈസിൽ കുറെ വർധനവ് വന്നിട്ടുണ്ട്. 1000ത്തിൽ ചെറിയ തോതിൽ വർധനവ് വന്നിട്ടുണ്ട്. അത്രയൊക്കെയാണ് വന്നേക്കണേ. പിന്നെ ടോട്ടൽ പറയുകയാണെങ്കിൽ 40 രൂപ ടിക്കറ്റിന് സാധാരണ രീതി അനുസരിച്ച് 52% പ്രൈസാണ് നിലവിലുള്ളത്. അതിൽ നിന്ന് 50-50 എന്ന് പറഞ്ഞാൽ 50ന്റെ ബുധനാഴ്ചത്തെ ടിക്കറ്റ് മാത്രം 50 ഉള്ള ഒരു സ്കീമായിരുന്നു ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ആ ഒരു ടിക്കറ്റിന് സാധാരണ 52 നിന്ന് 51% പോയി. പിന്നെ വേറെ ടോട്ടൽ എമൗണ്ടിലെ വ്യത്യാസത്തില് ഇപ്പോഴത്തെ ടിക്കറ്റും ഇപ്പൊ വരാൻ പോകുന്ന 50ന്റെ ടിക്കറ്റും നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന 40ന്റെ ടിക്കറ്റും തമ്മിൽ ഏകദേശം ഒരു 1.5 കോടി രൂപയുടെ പ്രൈസിൽ വ്യത്യാസമുണ്ട്. അതായത് കുറവാണ്. അത്രയും രൂപ ടോട്ടൽ കുറവാണ് വന്നേക്കുന്നത്. പിന്നെ ഏജന്റ് കമ്മീഷനൊക്കെ സാധാരണ തരുന്ന കണക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് സാധാരണ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ 12% ഏജന്റ് പ്രൈസ് മുകളിൽ നിന്ന് വിലയുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പൊ കേരള ലോട്ടറിയിൽ വന്നേക്കുന്ന ഏറ്റവും പുതിയ മാറ്റങ്ങൾ. പിന്നെ അതുകൂടാണ്ട് ടിക്കറ്റുകൾ വിതരണവുമായി ബന്ധപ്പെട്ട ലോട്ടറി ഓഫീസുകളിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ടിക്കറ്റിന്റെ 80% സ്കീമിലാണ് ഇപ്പൊ ക്രമീകരിച്ചിരിക്കുന്നത്. അത് സാധാരണ കച്ചവടക്കാരെ വളരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ഇടപാടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 18,000 20,000 ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാർക്കൊക്കെ അത്തരം ടിക്കറ്റുകളൊന്നും ഇപ്പൊ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം പുതിയ ആളുകളെ പ്രൊമോട്ട് ചെയ്യാനാണ് എന്നാണ് സർക്കാരിന്റെ ഒരു വാദം. പുതിയ കച്ചവടക്കാരെ പ്രൊമോട്ട് ചെയ്യുക, കൊണ്ടുവരിക, പിന്നെ അംഗവൈകല്യരായവര്, വിധവകളായവര്, അവർക്കൊക്കെ കൂടുതൽ ടിക്കറ്റുകൾ കൊടുക്കുക. പിന്നെ ടിക്കറ്റിന് ഭയങ്കരമായ ക്ഷാമമായിരുന്നു. ക്ഷാമം നിലവിൽ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം വന്നത്. കാരണം ഒരു സ്ഥലത്തും ടിക്കറ്റ് ഇല്ല എന്നുള്ള പരാതി, പാവങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ള അങ്ങനത്തെ ഒരുപാട് നൂറുകൂടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ മേഖലയൊന്ന് അടിപൊളി മാറ്റണം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് ഇപ്പൊ കച്ചവടക്കാർ ശരിക്കും ബാധിക്കുന്നുണ്ട്. ടിക്കറ്റുകൾ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സ്കീമുണ്ട്. കാരണം ഈ 50-50യുടെ 50ന്റെ ടിക്കറ്റ് മാത്രം കടയിലുള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾ 50ന്റെ ടിക്കറ്റുകൾ വ്യാപകമായ രീതിയിൽ, അനധികൃതമായ രീതിയിൽ എടുത്ത ആളുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അവർക്കൊക്കെ ടിക്കറ്റുകൾ കൂടുതൽ കിട്ടുകയും ഈ മേഖലയിൽ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾക്ക് ടിക്കറ്റ് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പൊ പോയേക്കാണ്. കാരണം ഗവൺമെന്റ് 1,08,00,000 ടിക്കറ്റ്
അച്ചടിക്കുന്ന ടിക്കറ്റുകളായിരുന്നു 40ന്റെ ടിക്കറ്റ്. ഇപ്പൊ പുതിയ ടിക്കറ്റിലേക്ക് വന്നപ്പോൾ 96 ലക്ഷം ടിക്കറ്റാണ് പ്രിന്റ് ചെയ്യുന്നുള്ളൂ. ഈ 96 ലക്ഷം ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്നതിൽ തന്നെ കച്ചവടക്കാർക്ക്, എടുത്തുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാർക്ക് അത് എത്താത്തൊരു സാഹചര്യമുണ്ട്. പുതിയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറെ ടിക്കറ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ട് ലോട്ടറി ഓഫീസുകളിൽ. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി കുറച്ച് ആൾക്കാരൊക്കെ എടുക്കും, കുറെ ബാലൻസ് ഒക്കെ വരും. അങ്ങനെ വന്നാൽ തന്നെ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് പിന്നെ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നമാണ് നിലവിലുള്ളത്. കാരണം 3 മണിക്ക് വരെ ടിക്കറ്റ് തീരാത്ത പാവപ്പെട്ട കച്ചവടക്കാരുടെ കൈകളിൽ ടിക്കറ്റ് ഇരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ 3 മണിക്ക് നറുക്കെടുപ്പ് എന്നുള്ളത് മാറ്റി ഇപ്പോൾ 2 മണിക്ക് നറുക്കെടുപ്പിലേക്ക് 1 മണിക്കൂർ കയറ്റി വെച്ചേക്കുകയാണ്. അത് ഭയങ്കര ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. പാവപ്പെട്ട കച്ചവടക്കാര് ചിലപ്പോൾ നിന്നു പോകാനുള്ള സാധ്യത വരെയുണ്ട്. കാരണം 50ന്റെ വിൽക്കാൻ പാടാണ്. ആ പാവപ്പെട്ടവർ നടന്ന് വിറ്റോണ്ടിരിക്കുമ്പോൾ കയ്യിൽ ഇരുന്ന് പോകും. കാരണം 2 പ്രാവശ്യം ഇരുന്ന് പോയാൽ അവർക്ക് കച്ചവടം നിന്നു പോകും. കച്ചവടം മുട്ടിപ്പോണ സാഹചര്യം അവർക്കുണ്ട്. അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ചെയർമാനൊക്കെ ഇടപെട്ട് എല്ലാവരും ഇടപെട്ട് അതിനൊരു മാറ്റം വരുത്താനുള്ള ഒരു അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യമേ കുറെ ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് പോയി. അതുകൊണ്ട് അടുത്ത തവണത്തെ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഒരു 2.5 മണിക്കത്തേക്ക് ആക്കി തരാമെന്നൊക്കെ ഡയറക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ശരിക്കും ഈ മേഖലയെ ഇപ്പം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം 2 മണിക്ക് നറുക്കെടുപ്പ് എന്നുള്ളത് പാവപ്പെട്ട കച്ചവടക്കാരുടെ ഒരു അന്നം മുടക്കുന്ന ഇടപാടാണ്. കാരണം 3 മണിക്ക് തീരാത്ത ആൾക്കാർക്ക് എങ്ങനെയാ 2 മണിക്ക് തീരണം? അത് ടിക്കറ്റിന് വിലയും കൂടെ കൂടിയ സാഹചര്യത്തിൽ അത് ഭയങ്കര നിരവധി പ്രശ്നങ്ങൾ ലോട്ടറി മേഖലയിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുമ്പോൾ പ്രൈസിൻ്റെ സംഖ്യ കൂട്ടിയെങ്കിലും മൊത്തം കൊടുക്കുന്ന പ്രൈസുകൾ കുറവാകുന്ന സാഹചര്യങ്ങൾ ലോട്ടറി വിൽപ്പന ഏജന്റുമാർ വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. ഒരു മാറ്റം എന്തിനും നല്ലതാണ്, പക്ഷെ അത് എങ്ങനെ ആകുമെന്ന് കാത്തിരുന്ന് കാണാം. തൊടുപുഴക്കാർക്ക് 2-3 പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് അടുപ്പിച്ചിട്ടുള്ള മഞ്ജു ലോട്ടറിയിൽ നിന്നും മഞ്ജു ലോട്ടറിയുടെ ഉടമ സനിൽ വളരെ വിലപ്പെട്ട സന്ദേശമാണ് പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പുതിയ കേരള ലോട്ടറി സംവിധാനങ്ങളും രീതികളും നിരവധി ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴ മഞ്ജു ലോട്ടറി ഏജൻസിയിൽ നിന്നും കെ വിജയൻ.